വെൽക്കം ടു എ ക്വിക്ക് പ്രിവ്യൂ ഓഫ് ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ്. ഇത് ആക്ച്വലി ഒരു സൂപ്പർ 8 മാച്ച് ആണെങ്കിലും ഒരു ക്വാർട്ടർ ഫൈനലിന്റെ പ്രതീതിയാണ്. ഈ മത്സരത്തിൽ ജയിക്കുന്ന ആള് നേരിട്ട് സെമിയിലേക്ക് പോകും. അപ്പോൾ ഈ മത്സരത്തിനെ പറ്റി നോക്കുവാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് നമ്പർ 1, ടോസ് കിട്ടുന്ന ടീം ബാറ്റിംഗ് ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. ഇതുവരെ ഈ വേൾഡ് കപ്പിൽ കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ നടന്ന മത്സരത്തിൽ ബാറ്റിംഗ് ഫസ്റ്റ് ഓപ്റ്റ് ചെയ്ത ടീംസാണ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ജയിച്ചിട്ടുള്ളത്. വെസ്റ്റ് ഇൻഡീസ് ഓൾറെഡി ഈ വേൾഡ് കപ്പിൽ 2-3 മത്സരങ്ങൾ കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കറന്റ് കണ്ടീഷൻസ് കുറച്ചും കൂടെ ഫെമിലിയർ ആയിരിക്കും. പോയിന്റ് നമ്പർ 2, പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫ്രം വെസ്റ്റ് ഇൻഡീസ് സൈഡ്, ഹെറ്റ്മയർ ആൻഡ് ജെയ്സൺ ഹോൾഡർ. ഹെറ്റ്മയർ ഈ സീരീസിൽ ഓൾറെഡി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അത്ര തിളങ്ങിയില്ലെങ്കിലും സിംബാബ്വെക്കെതിരെ ഒരു കിടിലോ ഇന്നിങ്സ് ഉണ്ടായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ അദ്ദേഹത്തിനെ പഠിച്ചു വന്നിട്ടാണ് അവര് വ്യക്തമായ പ്ലാനോടുകൂടി എറിഞ്ഞാണ് ഔട്ടാക്കിയത്. അതുപോലെ ഹെറ്റ്മയറിനെ ആദ്യമേ ഔട്ടാക്കിയില്ലെങ്കിൽ ഇന്ത്യക്ക് അതൊരു തലവേദനയാവും. പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫ്രം ഇന്ത്യൻ സൈഡ്, ഹർദിക് പാണ്ഡ്യ ആൻഡ് ബുംറ. ഹർദിക് പാണ്ഡ്യ ഇന്ത്യൻ സൈഡിലെ ടോപ്പ് ഓൾറൗണ്ടർ ആണ്. ഹർദിക് പാണ്ഡ്യ വിചാരിച്ചാൽ മിഡിൽ ഓവേഴ്സിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഇന്ത്യക്ക് റൺസ് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഹർദിക് പാണ്ഡ്യയും ബുംറയും വിചാരിച്ചാൽ വെസ്റ്റ് ഇൻഡീസിന്റെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് ബാറ്റ്സ്മാൻമാരുണ്ട്. റൊമാൻ പവൽ, ഹെറ്റ്മയർ, പിന്നെ റുദർഫോർഡിന്റെ പേര് മറക്കരുത്, ഓർത്തു വെക്കണം. റുദർഫോർഡ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻ ആണ്. ഏത് നിമിഷം വേണമെങ്കിലും കളി അവരുടെ സൈഡിലേക്ക് തിരിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ് റുദർഫോർഡ്. അപ്പം ഈ 3 പേരെയും പുറത്താക്കാൻ ചാൻസ് ഉള്ള ബോളേഴ്സ് ഹർദിക് പാണ്ഡ്യയും ബുംറയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയുടെ അഡ്വാൻറ്റേജിനെ പറ്റി പറയുവാണെങ്കിൽ സഞ്ജു ഇപ്പോൾ തിരിച്ച് ടോപ്പ് ഓർഡറിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് ഓപ്പണിംഗ് ആയിരിക്കും തുടക്കത്തിൽ. പക്ഷേ ഡിസഡ്വാൻറ്റേജിനെ പറ്റി പറയുമ്പം സഞ്ജു ആണ് ആദ്യം പുറത്താവുന്നതെങ്കിൽ നമ്പർ 3 ഇറങ്ങുന്നത് ഇഷൻ കിഷൻ ആയിരിക്കും. അപ്പൊ ഉടനെ തന്നെ അവര് ചേസിനെ അല്ലെങ്കിൽ മറ്റൊരു ഫിംഗർ സ്പിന്നറിനെ കൊണ്ടുവന്നിട്ട് കുറച്ച് റൺ റേറ്റ് കുറച്ച് സ്ലോ ആക്കാൻ ട്രൈ ചെയ്യും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സഞ്ജു ആണ് പുറത്താവുന്നതെങ്കിൽ സൂര്യകുമാർ നമ്പർ 3 വന്ന നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഫ്രം വെസ്റ്റ് ഇൻഡീസ് സൈഡ് പറയുവാണെങ്കിൽ അവരുടെ ഓപ്പണിംഗ് കുറച്ച് അത്ര അടിച്ചു കളിക്കുന്ന ഓപ്പണേഴ്സ് അല്ല. പക്ഷേ നാളെ ഒരുപക്ഷെ അവർ കുറച്ച് അടിച്ച് കളിച്ച് പവർ പ്ലേയിൽ സ്കോർ ചെയ്താൽ വെസ്റ്റ് ഇൻഡീസിന് തുടക്കത്തിലെ നല്ലൊരു സ്കോർ കണ്ടെത്താൻ സാധിക്കും. വെസ്റ്റ് ഇൻഡീസിന്റെ അഡ്വാൻറ്റേജിനെ പറ്റി പറയുമ്പോൾ അവരുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് ആണ്. 9ാമത് ഇറങ്ങുന്ന ബാറ്റ്സ്മാൻ വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് അവർക്കുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമ്മൾ കണ്ടതാണ്. 8ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ 80 മുകളിൽ റൺസ് സ്കോർ ചെയ്തിട്ടാണ് വെസ്റ്റ് ഇൻഡീസ് 170 മുകളിലൊരു ടോട്ടൽ ടാർഗറ്റ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ ബാറ്റിംഗ് ഡെപ്ത് അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സൂപ്പർ 8 മാച്ച്, ഇതൊരു സൂപ്പർ 8 അല്ല, ഒരു ക്വാർട്ടർ ഫൈനൽ തന്നെയാണ്. അപ്പം ഈ മാച്ചിൽ എന്ത് നടക്കും നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ കണ്ടറിയാം.